ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അംബിക സോമനാണ്. അംബിക സോമൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചേച്ചിനോട് ചോദിച്ചു. ചേച്ചി എന്താണ് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഓക്കെ ചേച്ചി, ഈ നമ്മുടെ ഈ കോഫി ഷോപ്പ് അല്ലേ? അതെ, കോഫി ഷോപ്പ് അല്ലേ? സോമൻ കോഫി ഷോപ്പ് അല്ലേ? ടീ ഷോപ്പ്. ഇത് എവിടെയാണ്? ഈ സ്ഥലം എവിടെയാണ്? ഉദയംപേരൂർ മാളേകാട് എന്ന് പറഞ്ഞ സ്ഥലം. മാളേകാട്. ഇത്തിരി നമ്മളെ MLA റോഡിൽ നിന്ന് ഒരു 150 മീറ്റർ അല്ലേ? അവിടെ അമ്പലമുണ്ട്, മാളേകാട് അമ്പലം. മാളേകാട് അമ്പലം ഫേമസ് അമ്പലമാണ്. അത് നമ്മളിലൂടെയാണ് ഫേമസ്. നമ്മളിലൂടെ അതെ. അംബിക ചേച്ചിയുടെ കൂടിയാണ് ആ അമ്പലം ഫേമസ് ആയത്. ഈ ചായക്കട തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2002 ഡിസംബർ 14. അപ്പോൾ 24 വർഷം അല്ലേ? ഒരിക്കലും മറക്കില്ല ആ ഡേറ്റ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ ഈ ഒരു കടയിൽ കൂടി നമ്മളിപ്പോഴും ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു അല്ലേ? അതെ. ചേച്ചിയുടെ ആ ഒരു ലൈഫ് ജേണി നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ഷെയർ ചെയ്യാമോ? ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതിൽ തുടങ്ങി. അപ്പം നമ്മളുടെ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ആവശ്യപ്പെട്ടു, വേറെ ഹോട്ടൽ ഇതില്ലല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ഊണിൻ്റെയും കൂടെ ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ അത് ആദ്യം ഒരു 2 കിലോ ഇതിൽ തുടങ്ങി, അങ്ങനെ അങ്ങനെ കൂടി ഒരു 10-15-16 കിലോ അരിയുടെ ചോറ് വരെ ഇപ്പോൾ പോകുന്നുണ്ട്. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഈ പറഞ്ഞ പോലെ ഉച്ചക്കത്തെ ഊണും മാത്രമേ ഉള്ളൂ ഇപ്പം അങ്ങനെയാണുള്ളത്. നേരത്തെ സ്നാക്സ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് രാത്രി അത്യാവശ്യം ഫുഡ് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ചേച്ചി ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു മറ്റേ ബിസിനസ്സിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം എനിക്ക് അത്യാവശ്യം പാചകം ഇഷ്ടമുള്ള കാര്യമാണ്. അത് എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മച്ചിക്കും ചായക്കടയായിരുന്നു. എൻ്റെ വീട് ചോറ്റാനിക്കരയ്ക്ക് അടുത്ത് എരുവേലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ അച്ഛന് ചായക്കടയുണ്ട്, അച്ഛൻ അമ്മയും ഇല്ല. അപ്പം അച്ഛൻ്റെ ആ ഒരു ടേസ്റ്റായിരിക്കും എനിക്ക് അതായിരിക്കും എനിക്ക് കിട്ടിയത്. പക്ഷേ അവിടെ അങ്ങനെയൊന്നും സഹായിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. പക്ഷേ നമുക്ക് പലചരക്കടയായിരുന്നു ചേട്ടൻ ആദ്യം, അപ്പം അത് അത്ര പോരായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചായയിൽ തുടങ്ങി. ആദ്യം രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടുള്ള അതായിരുന്നു. പിന്നെ ഊണ് നമ്മളുടെ ഭയങ്കര ഫേമസ് ആണ്. അത് 25 രൂപയിൽ സ്റ്റാർട്ട്. ആദ്യമൊക്കെ 25 രൂപയായിരുന്നു, ഇപ്പോൾ ഒരു 60 രൂപയിൽ വരെ നിൽക്കുന്നു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അല്ല, മറ്റുള്ള ഹോട്ടലിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? നമ്മളുടെ ഇത് പുട്ടിനാണ് നമ്മളുടെ ഇവിടെ ഏറ്റവും ഇത്. അപ്പോൾ പുട്ട് പരിപ്പ് താല്പര്യം, പുട്ട് പരിപ്പ്, ഡ്രൈ പരിപ്പ്, അത് പിന്നെ കടലക്കറി ഉണ്ടാവും, മുട്ടക്കറി, പരിപ്പ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ 40 എന്നുള്ളത് ഇപ്പോൾ 50 ആക്കിയിട്ടുണ്ട്. അപ്പം കൊടുക്കുമ്പോൾ അതിൻ്റെ പുട്ടിൻ്റെ കൂടുതൽ ഈ പരിപ്പും പയറും കടല എല്ലാം കൂടി അങ്ങോട്ട് കൊടുക്കണം. മറ്റുള്ള ഹോട്ടലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, നമ്മൾ പറയുന്ന ഐറ്റം മാത്രമേ ഉള്ളൂ. ഇതല്ല, ഇതിപ്പോ എത്ര വിഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വിഭവങ്ങളും കൂടെ എല്ലാം കൊടുക്കും. അതും 50 രൂപയ്ക്ക് ചായ ഉൾപ്പെടെ. വേറെ എവിടെയെങ്കിലും ഇല്ലെന്ന് തോന്നട്ടെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ, അല്ല തുച്ഛമായിട്ടുള്ള ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് ഇത്രയും നാൾ പോയിക്കണേ. ഈ 24 വർഷമാണെങ്കിലും അല്ലേ? അതുകൊണ്ട് എന്താ നമുക്ക് ഈ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടി വരാറുണ്ട്. ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും അവര് തേടി വരും ഇവിടെ അല്ലേ?
വരുന്നവർ തന്നെ ശരിക്കും അഭിനന്ദിച്ചിട്ടാണ് പോണത്. ഭക്ഷണം കഴിച്ചിട്ട് ഇനിയും വരും, മറ്റുള്ളവരെയും പറഞ്ഞു വിടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉച്ചക്കത്തെ ഊണ് സ്പെഷ്യൽ ഇല്ല, പക്ഷേ നമ്മൾ സ്പെഷ്യൽ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? അതും എത്രയാണ് ഊണിന് എത്ര പറഞ്ഞത്? നമ്മൾ ഊണിന് എത്ര ഇപ്പൊ 60 രൂപ. അപ്പൊ അതിനകത്തുള്ള വിഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഓരോ ദിവസങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ വന്ന് കഴിച്ചിട്ടുള്ളതാണ്. എന്താണ് അതിന്റെ എല്ലാ ഡിഷും പറയണോ? പറയണ്ട, അത് ഒരു 10-11 നേരം കറി. ആണോ? സദ്യയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. പിന്നെ മീൻ കറി, മീൻ വറുത്തത്, അതിന്റെ കൂടെ കുറച്ച് മുട്ട ചിക്കി പൊരിച്ച്, അങ്ങനെ ഒരു വ്യത്യസ്തത ഉണ്ട്. എന്നാലും ഇവിടുത്തെ ഒരു കുറച്ച് വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാമോ? എന്നാലും ഒരു ഉച്ചക്കത്തെ ഊണിന്റെ ഒരു മെഴുക്കുവരട്ടി, ഒരു തൊടുകറി, ഒരു അച്ചാറ്, ചമ്മന്തി, സാമ്പാർ, മാമ്പഴം ഒക്കെ ഉള്ള സീസൺ നമ്മൾ മാമ്പഴ പുളിശ്ശേരി എല്ലാ ദിവസവും മാമ്പഴ പുളിശ്ശേരി കഴിക്കും. അല്ലെങ്കിൽ സീസണിൽ മൊത്തം മാമ്പഴ പുളിശ്ശേരി ആയിരിക്കും. അത് നമ്മളുടെ ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടം. കടകളിലൊന്നും കണ്ടിട്ട് അത് തന്നെ. പക്ഷെ ഞാൻ ഇവിടെ ഇതുണ്ടെങ്കിൽ എല്ലാ ദിവസവും മാമ്പഴ പുളിശ്ശേരി കഴിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അതുകൂടാതെ നമ്മള് ഒരു മീൻ വറുത്തത്, അതിന്റെ കൂടെ തന്നെ കുറച്ച് മുട്ട ചിക്കി പൊരിച്ചത്, പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാവും, ഉള്ളിക്കറി ഉണ്ടാവും, അങ്ങനെ ഓരോ ദിവസം മാറി മാറി മാറി, ചമ്മന്തി, അങ്ങനെയുള്ള ഇതൊക്കെ, പപ്പടം, എല്ലാ ഐറ്റംസും ഉണ്ടാവും സംഗതി. പിന്നെ മീൻകറി, പിന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നിയ പായസം. ആണല്ലേ? നമ്മള് അല്ല മനസ്സിൽ തോന്നുന്നു, നമ്മള് എന്താ പറയാ, ഓരോ ദിവസം നമ്മൾ അത് തന്നെ. അത് തലേദിവസം ഇങ്ങനെ ഇതാകൂല. ഇപ്പൊ നാളെ ഇപ്പൊ എന്ത് അന്ന് രാവിലെയാണ് അത് തീരുമാനിക്കണത്. ശരിക്കും വളരെ സന്തോഷമുണ്ട്. നമ്മളിവിടെ ഈ 60 രൂപ ഊണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എന്താ പറയാ, ഈ പ്രദേശങ്ങളിലൊന്നും കിട്ടാൻ ഇല്ലെന്ന് തന്നെ പറയാം. എൻ്റെ അറിവിലും ഇല്ല. പിന്നെ എല്ലാവരും അങ്ങനെ ഒന്നും എന്നോട് പറയാറുമുണ്ട്, സ്ഥലത്ത് പോയി കഴിച്ചിട്ടുള്ള എങ്ങനെ മുതലാവണം എന്ന് എന്നോട്. അതാണ് ചോദിക്കുന്നത്. അതെ ചേച്ചി, ഇപ്പോൾ ഈ ഒരു ഇത്രയും റേറ്റ് വെച്ചിട്ട് നമ്മൾ ഈ 24 വർഷം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുച്ഛമായിട്ട് ലാഭം ആയിട്ടാണല്ലോ നമുക്ക് ഡെവലപ്പായിട്ട് വരുന്നത് അല്ലേ? അത് തേടി വരണല്ലേ, ചേച്ചിനെ തേടി വരണല്ലേ അല്ലേ? ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഇനിയിപ്പോൾ കുറച്ച് വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് കറങ്ങണം. അത് മനസ്സിലിങ്ങനെ മലേഷ്യ പോയി, ഇപ്പം കഴിഞ്ഞ വർഷം മലേഷ്യക്ക് പോയി. ഇതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? അത് അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവർ നമ്മുടെ കടയിലെ ചേച്ചിമാരെയും ചേട്ടന്മാരെ ഹെൽപ്പ് ചെയ്യണവരെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ആ സമയത്ത് ഞാൻ കടേനെ പറ്റി ആലോചിക്കാറില്ല. എന്തായാലും ഒരു ട്രിപ്പ് പോകുക ഞാൻ സന്തോഷം. ഇനിയിപ്പോൾ ചേട്ടനെന്താ, പുള്ളിക്ക് അങ്ങനെ ഒരു താല്പര്യം. നമ്മുടെ ആഗ്രഹമുള്ള വേറെ കാര്യമുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് നമ്മൾ ഒരു കുറച്ച് മനസ്സിൽ റിലീഫ് വേണ്ടേ അല്ലേ? നമുക്കൊരു എന്താ പറയുക, സന്തോഷവും സമാധാനം അല്ലേ? നമുക്കൊരു കുറച്ച് പല രാജ്യങ്ങളിൽ പോയിട്ട് യാത്ര ഒത്തിരി ഇഷ്ടമാണല്ലേ? ഇത്രയും കഷ്ടപ്പെട്ടല്ല. അപ്പം ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് രാജ്യങ്ങളൊക്കെ നമുക്ക് ചായ മാത്രമേ ഗ്യാസിനകത്ത് ചെയ്യുള്ളൂ. അത് നമുക്കിതിരെ ടൈം എല്ലാവർക്കും വെയിറ്റ് ചെയ്യില്ലാത്ത ടൈം കിട്ടാത്തതുകൊണ്ട്. അതുപോലെ തന്നെ വിറകടുപ്പിലെ ഭക്ഷണത്തിന് നമുക്ക് ആ പഴയ നമ്മൾ ആ പഴയ ഇതിലേക്ക് പഴയ കാലത്തേക്ക്. പക്ഷേ ചേച്ചി നേരത്തെ പോയി, ഇപ്പൊ ഗ്യാസ് ഇട്ടപ്പോഴാണ് ഇപ്പൊ ആൾക്കാർ പഴയ കാലത്തേക്ക് വന്നത്. അതെ അതെ അല്ലേ? അത് ഇപ്പൊ ഗ്യാസിൽ ഉപയോഗിച്ചവരൊക്കെ ഇപ്പൊ വിറക്. അതുകൊണ്ട് ചേച്ചിക്ക് എന്താ പറയാ, ഗ്യാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കത് അങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. അച്ഛനും അമ്മയുണ്ടോ ഇപ്പോഴും? അച്ഛനും അമ്മയില്ല. അച്ഛൻ മരിച്ചിട്ട് 5 വർഷമായി. അമ്മച്ചി മരിച്ചിട്ട് 5 മാസം. അപ്പം ഈ പറഞ്ഞ പോലെ എത്ര മക്കളാണ്? എനിക്ക് 3 പെൺകുട്ടികൾ. മൂത്തയാള് ചിങ്ങവനം എന്ന സ്ഥലത്ത് കല്യാണം കഴിക്കണം. അവർക്ക് കൊറിയറിൻ്റെ ഒക്കെ അവർ സ്വന്തമായിട്ട് കൊറിയർ നടത്തുന്ന. രണ്ടാമത്തെ മോള്
എൻ്റെ അടുത്തുണ്ട്. ഓക്കെ പെൺകുട്ടികളായ കാരണം രണ്ടാമത്തെ ആളെ ഇവിടെ, ഓക്കെ ഇളയാൾ അവർ ദുബായിലായിരുന്നു, ഇപ്പം വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ അരയങ്കാവില കല്യാണം. അപ്പോൾ എന്താ പറയുക, സന്തുഷ്ട കുടുംബം എന്ന് പറയാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. ഇപ്പം എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ എന്താ പറയുക, കല്യാണമൊക്കെ കഴിയും. അത് ചേച്ചി ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് മാത്രം സന്തോഷമല്ലേ? ഭയങ്കര യാതൊരു, ശരിക്കും പറഞ്ഞാൽ അല്ല, ഒരു ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ജീവിതമൊക്കെ, ഞാൻ മനസ്സിലാഗ്രഹിച്ച ജീവിതം എനിക്കിപ്പോൾ സഫലമായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കടയിൽ ആ ഒരു അല്ലേ, ഈ ഒരു കട കൊണ്ട് പിള്ളേർക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ? രണ്ടാമത്തെ ആൾ പാചകം നല്ല കുക്കൊക്കെ ചെയ്യണം. പക്ഷെ എങ്ങനെയാണ് ഞാൻ, അല്ല എനിക്കൊരു പിൻഗാമിയായിട്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇത്രയും പേരുള്ള ഒരു കട, അപ്പൊ അത് അങ്ങനെ തേടി വരുന്ന, നമ്മളെ തേടി വരുന്ന ഇത് വരുമ്പോൾ അത് അല്ലേ, അത് എന്താ പറയാ, അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഇതോടുകൂടി തന്നെ അത് അല്ല അങ്ങനെ ഒരിയല്ലേ നമ്മള് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ അത് അതിൻ്റെ വഴിക്ക് ആ സമയം തൊട്ട് എന്തെങ്കിലുമൊക്കെ ആവും അല്ലേ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അതെ, നിർബന്ധിച്ചില്ല. പിന്നെ നമ്മൾ ഏതൊരു സ്ഥാപനത്തിൻ്റെ മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ്. എത്രത്തോളമാണ് സ്റ്റാഫിൻ്റെ സപ്പോർട്ട്? അവർ നല്ല സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒരാളെ കൊണ്ട് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അവരുടെ നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും എന്താ പറയാ, ഒരു ടീം വർക്കായിട്ട് അങ്ങനെ ടീം വർക്കായിട്ട്. അല്ലെങ്കിൽ പൊട്ടലൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇതാവുമോ? അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ ഒരു പ്രസ്ഥാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും റെസ്റ്റ് ഇല്ലാത്ത പണിയാണ്. നമ്മള് ഇപ്പോൾ ഉച്ചയ്ക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വൈകുന്നേരത്തെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അല്ല, പക്ഷേ ഈ ചേച്ചി ഈ സമയത്തും ചേച്ചി ഇങ്ങനെ ആക്റ്റീവായിട്ട് ഈ കാര്യത്തിന് വേണ്ടി എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്നത് ഭയങ്കര ഒരു നല്ല കാര്യം തന്നെയാണ്. ഏതായാലും വളരെയധികം സന്തോഷം ചേച്ചി. എന്താണെങ്കിൽ ഇനിയും എന്താ പറയാ, കൂടുതൽ എന്താ പറയാ നാളുകളിൽ ഇങ്ങനെ ഉയരട്ടെ, ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ അല്ലേ? സന്തോഷം.